മനുഷ്യരുടെ 432 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകൽ. ഈ പകൽ തീരുമ്പോൾ ബ്രഹ്മാവ് ഉറങ്ങാൻ കിടക്കും. ഇതിനെയാണ് കൽപ്പാന്തം അല്ലെങ്കിൽ ബ്രഹ്മപ്രളയം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മാവ് ഉറക്കത്തിലേക്ക് വീണപ്പോൾ പ്രപഞ്ചത്തിന്റെ 4 വേദങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവയാണ് ആ 4 വേദങ്ങൾ. ഇത് കണ്ട ഹയഗ്രീവൻ എന്ന അസുരൻ ആ വേദങ്ങൾ വിഴുങ്ങി പാതാളക്കടവിന്റെ അഗാധമായ ഇരുട്ടിലൊളിച്ചു. ആ സമയത്ത് ദ്രാവിഡ രാജ്യത്തെ സത്യവ്രത മനു എന്ന രാജാവ് നദിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിൽ ഒരു ചെറിയ പരൽമീൻ കുടുങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മീൻ നിമിഷങ്ങൾക്കകം വളർന്നു. രാജാവ് അതിനെ പാത്രത്തിലും കിണറ്റിലും വലിയ തടാകത്തിലും മാറ്റിയിട്ടും അത് വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ സമുദ്രത്തോളം വലുതായപ്പോഴാണ് അത് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ മത്സ്യാവതാരമാണെന്ന് രാജാവ് തിരിച്ചറിഞ്ഞത്. ഭഗവാൻ രാജാവിന് മുന്നറിയിപ്പ് നൽകി. ഇന്നേക്ക് 7-ാം ദിവസം പ്രളയം ഭൂമിയെ വിരുമ്പും. നീ ഒരു വലിയ വഞ്ചി നിർമ്മിച്ച് അതിൽ സപ്തർഷികളെയും സകല ജീവജാലങ്ങളെയും കയറ്റുക. 7-ാം ദിവസം കടൽ ഇരച്ചു കയറിയപ്പോൾ ഭഗവാൻ ഒരു കൊമ്പുള്ള വമ്പൻ മത്സ്യമായി വന്ന് വാസുകി എന്ന സർപ്പത്തെ കൊണ്ട് ആ വഞ്ചിയെ തന്റെ കൊമ്പിൽ ബന്ധിച്ച് സംരക്ഷിച്ചു. മത്സ്യരൂപിയായ ഭഗവാൻ വിഷ്ണു സത്യവ്രത മനുവും തമ്മിൽ നടന്ന ആ ദിവ്യമായ സംവാദവും ഭഗവാൻ ഉപദേശിച്ച പ്രപഞ്ച രഹസ്യങ്ങളും പിന്നീട് വേദവ്യാസ മഹർഷിയാണ് മത്സ്യപുരാണം എന്ന പേരിൽ ഗ്രന്ഥമായി ക്രോഡീകരിച്ചത്. സനാതനധർമ്മത്തിലെ 18 മഹാപുരാണങ്ങളിൽ ഒന്നാണിത്. ഒടുവിൽ കടലിന്റെ ആഴങ്ങളിൽ വെച്ച് ഭഗവാൻ ഹയഗ്രീവനെ വധിച്ചു വേദങ്ങൾ തിരിച്ചുപിടിച്ച് ബ്രഹ്മാവിന് നൽകി. നമ്മുടെ സനാതനധർമ്മത്തിലെ സമയഗണന അനുസരിച്ച് പ്രളയത്തിന് മുൻപുണ്ടായിരുന്നത് ചക്ഷുഷമനുവിന്റെ കാലഘട്ടമായിരുന്നു. ആ പ്രളയത്തിൽ പഴയ ലോകം മുഴുവൻ നശിച്ചു. തുടർന്ന് മത്സ്യാവതാരത്തിലൂടെ രക്ഷപ്പെട്ട സത്യവ്രതൻ എന്ന രാജാവാണ് പുതിയ കാലഘട്ടത്തിലെ 1-ാമത്തെ മനുഷ്യനായി മാറിയത്. അദ്ദേഹമാണ് വൈവസ്വത മനു എന്നറിയപ്പെടുന്നത്. ഈ വൈവസ്വത മനുവിൽ നിന്നാണ് ഭൂമിയിൽ പുതിയൊരു മനുഷ്യവംശം ജനിച്ചതും വളർന്നതും. മനുവിന്റെ സന്തതികളായതുകൊണ്ടാണ് നമ്മളെ മനുഷ്യർ എന്ന് വിളിക്കുന്നത് തന്നെ. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് പോലും ഈ വൈവസ്വത മന്വന്തരത്തിലാണ്. നമ്മുടെ പുരാണങ്ങളിലെ ഈ അതിശയകരമായ സമയശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? കമന്റ് ചെയ്യൂ. ഓം നമോ നാരായണായ.